ഇനി ആരാ പാട്ട് പാടാൻ എത്തുന്നതെന്ന് അറിയാമോ? വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആയി വന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ലൈറ്റ് ഒക്കെ ഇങ്ങനെ നോക്കി കാണുന്ന, വിസ്താരയിൽ കൃത്യമായി എല്ലാം തെളിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരാളാണ് വരാൻ പോകുന്നത്. ഒരുപാട് സംസാരിക്കുന്ന നമ്മുടെ ആണ് എത്താൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ദ്വിതിക്കുട്ടി ഓൺ സ്റ്റേജ്. നോക്കിയോ ലൈറ്റ് എല്ലാം ഉണ്ടോ നോക്കിയോ. ദ്വിതിക്കുട്ടിയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടല്ലോ. കമ്മണിക്കുട്ടിയുണ്ട്, ചേട്ടനും ഉണ്ട്. കിഷോർ ചന്ദ്രശേഖരൻ അവിടെ ഉണ്ടല്ലോ. ദീദിയുടെ പാട്ട് എങ്ങനെയുണ്ട്? ചന്ദ്രശേഖര അടിപൊളി. പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? പഠിപ്പിക്കാറില്ല, എന്നെ കേൾപ്പിക്കും. അപ്പൊ കറക്റ്റ് ചെയ്ത് കൊടുക്കും? ഇല്ല, ഞാൻ പിച്ചൗട്ട് പറഞ്ഞു കൊടുക്കും. പിച്ചൗട്ടൊക്കെ പറഞ്ഞു തരും. അങ്ങനെ പിച്ചൗട്ട് വരുമോ നമ്മുടെ കുഞ്ഞിന്? ഇല്ലല്ലോ. മിനുകൂടാ, എന്തോ നമ്മുടെ അമ്മക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് വടയാണ്. വട ഉഴുന്നുവടയോ? ഉഴുന്നുവട ഭയങ്കര ഇഷ്ടം. പക്ഷെ വീട്ടിലുണ്ടാക്കി കൊടുക്കത്തില്ല. അയ്യോ, ചതി. അത് ചതി. പിന്നെ രാത്രി കഴിക്കാം ചപ്പാത്തിയും ചിക്കൻ കറിയും. പക്ഷെ അതുണ്ടാക്കി കൊടുക്കത്തില്ല. കൊടും ചതി. അതെന്താ? ഇത് സത്യമാണോ ശരിക്കും? അതെന്തായിരിക്കും അമ്മ ഇത് ഉണ്ടാക്കാത്ത? അമ്മയ്ക്ക് ഉണ്ടാക്കാൻ അറിയില്ലേ? ഇനി അറിയാം. എന്നിട്ട് വട ഉണ്ടാക്കാൻ ചിലപ്പോ അറിയില്ലായിരിക്കും, പക്ഷെ ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാം. എന്താ കുഞ്ഞിന് എന്താ തരാത്തെ? ചപ്പാത്തി അറിയില്ല. ഇത് മാത്രല്ല മിനുക്കുട്ട, ചോറും സാമ്പാറും കുഞ്ഞിന് ഭയങ്കര ഇഷ്ടം. പക്ഷെ വീട്ടില് സാമ്പാർ ഉണ്ടാക്കി കൊടുക്കത്തില്ല. അതെന്താ? അതും തരത്തില്ലേ? ഇടയ്ക്ക് മാത്രം. വല്ലപ്പോഴും മാത്രം. ഇത് കണ്ടിട്ട് ദ്വിതിക്കുട്ടിയുടെ അമ്മ ദയവ് ചെയ്ത് യൂട്യൂബ് നോക്കി ഒരു വടയുടെ റെസിപ്പി പഠിക്കണം. സാമ്പാർ, പിന്നെ ചപ്പാത്തിയും ചിക്കൻ കറി. ഇത്ര പോരെ? ഇനി എന്തെങ്കിലും വേണോ? ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത്ര സാധനം ആകെ ബിരിയാണി ഇല്ല, ഇഷ്ടമല്ല. അതൊന്നും ഇഷ്ടമല്ല. വട, സാമ്പാർ, ചപ്പാത്തി, ചിക്കൻ കറിയിലെ ലെഗ് പീസ്. അപ്പൊ ഇന്ന് കുഞ്ഞു പാടാൻ പോകുന്ന പാട്ട് ഏതാ? ആറ്റുനോറ്റുണ്ടായിരുന്നു. അതാണല്ലോ അച്ഛനും അമ്മയ്ക്കും ആറ്റുനോറ്റുണ്ടായ ഒരു ഉണ്ണിയാണല്ലോ ഇതാണ്. അതെ, വേറെ ഒരു ഉണ്ണി ഇതായിരിക്കുന്നു. വേറെ ഒരു ചെറിയൊരു കുഞ്ഞുണ്ണി അവിടെ ഇരിക്കുന്നു. കുഞ്ഞമ്മണി കാണാനില്ല, ചെയർ പറഞ്ഞിട്ട്. അതെ, എന്തൊക്കെയാണ് പാട്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ? ഫിലിം ശാന്തം, മ്യൂസിക്കും ലിറിക്സും കൈതപ്രം സാർ, വർഷം 2000, പാടിയത് KS ചിത്രാമ്മ. അപ്പൊ നമുക്കെന്നാ തുടങ്ങിയാലോ? അല്ലേ? ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആറ്റുനോറ്റുണ്ടായിരുന്നു
സഹിക്കേ സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക് കാലത്തിനറ്റത്തു പോകാം സ്നേഹം കൊണ്ടൊരു തോണിയുണ്ടാക്ക് കാലത്തിനറ്റത്തു പോകാം ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണന്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം ചോടുന്നു വെക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി ചോടുന്നു വെക്കുമ്പോൾ അമ്മയ്ക്കു നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുണ്ണി ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി. കുട്ടി നൈസ് നൈസ് നൈസ്. കണ്ടോ ഇവിടെ ഏറ്റവും രസിച്ചിരുന്ന ആരാ? കമ്മണിക്കുട്ടിയാണോ? കൺമണിക്കുട്ടിയാണ് നമ്മുടെ കമ്മണിക്കുട്ടി. ഇങ്ങനെ കമ്മണിക്കുട്ടിയുടെ ഇടയ്ക്ക് ഉറങ്ങിപ്പോകുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ എണീക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്നെ നോക്കും. തലയാട്ടോ എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു കൺമണിക്കുട്ടി? എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ. സൂപ്പറാ. കൺമണിക്കുട്ടി പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? മധുമണിക്കുട്ടി പറഞ്ഞാൽ പിന്നെ സംശയം സംശയമില്ല. ആ മാറോട് എന്ന് പാടിയില്ലേ, അങ്കിളത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ മാറോട് ചേർന്ന് ഇങ്ങനെ അല്ലേ? അപ്പൊ അവിടെ ഒരുപാട് സ്നേഹമുണ്ട്, സ്നേഹത്തിന്റെ പാലാഴിയുണ്ട് മീനുട്ടാ. ദാറ്റ് ഈസ് വെരി വെരി ബ്യൂട്ടിഫുൾ. പിന്നെ കൊഞ്ചുന്ന കിങ്ങിണി കെട്ടിത്തരാമമ്മ മോതിരം ഇട്ടു തരാന്ന് പാടിയില്ലേ, അത് കുറച്ചും കൂടെ ശ്രുതി ചേർത്ത് പാടിയാ നല്ല രസമായിരിക്കും. കൊഞ്ചുന്ന കിങ്ങിണി കെട്ടിത്തരാമമ്മ മോതിരമിട്ടു തരാം നാക്കത്തു തേനും വയമ്പും തേച്ചമ്മ മാറോടു ഇത് ആ മാറോടുമാണ് അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം കേട്ടോ. അതൊരു ജീവനല്ലേ? നമുക്ക് എഴുതാൻ പറ്റില്ല, അതൊരു ജീവനാണ്. വീടോളം നീ തെളിഞ്ഞുണരുന്നു, അത് എങ്ങനെയാ? വീടോളം നീ തെളിഞ്ഞുണരുണ്ണി നാടോളം നീ വളരു. വളരെ ബ്യൂട്ടിഫുൾ ആണ്. മണ്ണോളം നീ ക്ഷമിക്കാൻ പഠിക്കുണ്ണി അമ്മയോളം നീ സഹിക്കേ. അമ്മയെ പോലെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഞാനിവിടെ കാണുന്നത് അച്ഛനെ പോലെ ആരും ഇല്ല എന്നാണ്. കാരണം മോള് പാടുമ്പോഴത്തേക്ക് ഇങ്ങനെ കൂടെ പാടിക്കൊണ്ടിരിക്കുക, ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓരോ അക്ഷരവും ഓരോ വാക്കും ആ കുഞ്ഞ് പാടുന്നത് എങ്ങനെ എന്ന് ശ്രദ്ധിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, അതിൽ ആണ്ടിരിക്കുകയാണ്. അതാണ് അച്ഛനും അമ്മയെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് സാമ്പാർ ഉണ്ടാക്കി തരും, ഓക്കെ, വട ഉണ്ടാക്കി തരും, ചപ്പാത്തിയും ചിക്കൻ കാലും ഉണ്ടാക്കി. ഞാൻ റെക്കമെൻഡ് ചെയ്ത് ശരിയല്ലേ, ഉണ്ടാക്കി കൊടുക്കൂലേ? ഉണ്ടാക്കി പക്കയാണ്. യെസ്. അപ്പൊ നമ്മുടെ വൈദ്യുതി കുട്ടി നന്നായിരുന്നു കേട്ടോ, നല്ല സെലക്ഷൻ ആ പാട്ടിന്റെ കേട്ടോ. ചില ഭാഗങ്ങളൊക്കെ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മാറോട് എന്നുള്ളത് വെരി ഗുഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ 6 വയസ്സുള്ള ഒരു കുഞ്ഞ് എങ്ങനെയാണ് അത്രയും മനോഹരമായിട്ട് അതൊക്കെ അങ്ങനെ പാടണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. പല്ലവിയില് അമ്മ എന്ന് പാടുമ്പോ ഒരു സംഗതി ഉണ്ടല്ലോ, അതെങ്ങനെയാ ദിദിക്കുട്ടി? ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണന്റെ മുൻപിൽ അമ്മ വെരി നൈസ് വെരി നൈസ്. അപ്പോൾ കുറേ നല്ല നല്ല ഭാഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ദിദിക്കുട്ടി പാടിയതിൽ. എനിക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ശ്രുതി പ്രശ്നം തോന്നിയെന്ന് പാടിയതിൽ. ചില സ്ഥലത്ത് ഫ്ലാറ്റായി, ചില സ്ഥലത്ത് ഷാർപ്പായിട്ടുണ്ട്. ഈ തുണ്ടുപല്ലവിയുടെ അമ്മ കുമ്പിട്ട് കിട്ടിയ പുണ്യം എന്നുള്ളിടത്ത് നൃത്യ ഭാഗത്ത് കുറച്ച് ശ്രുതി പ്രശ്നം തോന്നി. കൈ വളരുന്നതും കാൽ വളരുന്നതും കണ്ടുകൊണ്ട് അമ്മ ഇരിക്കാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ സമയത്ത് എപ്പോഴും അച്ഛനെ നോക്കുന്നുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഇങ്ങനെ കണ്ണാടിയുടെ സൈഡിൽ കൂടി ഇങ്ങനെ
അതുപോലെ ദേ, അതെ 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 ഇങ്ങനെ ആ സമയത്ത് അച്ഛനെ നോക്കിക്കൊണ്ടാ പാടിയത്. അപ്പൊ എന്തായാലും അത് ക്യൂട്ടായിരുന്നു കാണാൻ. പിന്നെ എനിക്ക് തോന്നിയത് സ്നേഹം കൊണ്ടൊരു തോണി ഉണ്ടാക്ക് കാലത്തിനറ്റത്ത് പോകാൻ, അവിടെയൊക്കെ കുറച്ച് ഷാർപ്പായി. ശ്രുതി. അതിനു മുമ്പ് അനുപല്ലവി കഴിഞ്ഞിട്ട് വരുന്ന പല്ലവി നിർത്തിയ ഭാഗം അമ്മ കുമ്പിട്ട് കിട്ടിയ പുണ്യാണ് ശ്രുതി ഔട്ടായി പോയത്. അമ്മ കുമ്പിട്ടു എന്ന് പറഞ്ഞ ഭാഗം വളരെ നന്നായിരുന്നു. ഞാൻ ആഹാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ കിട്ടിയ പുണ്യം flat ആയി പോയി. പിന്നെ ലാസ്റ്റ് പല്ലവിയിലെ കുളിരാം ഒരു സംഗതി ഉണ്ടല്ലോ അവിടെ. കുളിരാം കുരുന്നാകുമുണ്ണി. ശ്രുതി. യെസ്, ഇപ്പൊ കറക്റ്റ് ആയി വന്നു. ഓക്കെ, ഇതൊക്കെയാണ് എനിക്ക് തോന്നിയത് ചെറിയ ചെറിയ പ്രശ്നങ്ങള്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സൂപ്പറായിട്ട് പാടി ദ്യുതിക്കുട്ടി. ഇങ്ങനെയൊക്കെ പാടിക്കഴിഞ്ഞാ അമ്മയും അച്ഛനൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാ ഫുഡും ഉണ്ടാക്കി തരും. അത് ശരിയാട്ടോ. അതെ, നന്നായിട്ട് പാടുന്തോറും കൂടുതൽ ഫുഡ് കിട്ടും. ഒരു നെടുവീർപ്പിടുക അവിടുന്ന്. അതെ. അതെ, ഇനിയെങ്കിലും കിട്ടുമല്ലോ അത്. നമുക്ക് അമ്കുട്ടിക്കും നമ്മുടെ കൺമണിക്കുട്ടിക്കും വേണ്ടി ഒരു പാട്ട് പാടിക്കൊടുക്കാം. എന്താ മധു? യെസ്, ആര്യസ് റെഡി. റെഡി. ചെത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചെത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. മയിൽപ്പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. ചെത്തിമന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഗുരുവായൂർ പോയിട്ട് വന്ന പോലെ ഉണ്ട്. അതെ, ശരിക്കും ഇങ്ങനെ നോക്കാം മീനുട്ടിനെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇങ്ങോട്ട് നോക്കൂ. ഈ രാഗത്തിന്റെ പേര് എനിക്കറിയാം. അതെ, ആ, ഒന്ന് പറഞ്ഞേ. ആനന്ദ ഇരവി. കറക്റ്റാ ദീദി കുട്ടി, വെരി ഗുഡ്. താങ്ക് യു. എനിക്കും കുളിരാം കുരുന്നാകും എന്ന് പാടിയ ഭാഗം ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. അതൊന്നുകൂടെ പാടിത്തരുമോ? കുളിരാം കുരുന്നാകുമുണ്ണി. ആഹാ, ബ്യൂട്ടിഫുൾ. എന്താ പറയാ, കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ദ്യുതികുട്ടിയുടെ ശബ്ദം മാറുന്നുണ്ട്, പാടുമ്പം ഉള്ള ഒരു മെച്യൂരിറ്റി വരുന്നുണ്ട്. ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് നല്ല ഹാപ്പി ആവുന്നു. സ്വീറ്റ് സിംഗിങ് കേട്ടോ, ഭയങ്കര ക്യൂട്ട് സിംഗിങ് ദ്യുതികുട്ടിയുടെ. പിന്നെ ഫ്രാൻസ് ചേട്ടാ, അതെ, കിഡിലൻ, വയലിൻ പീസ്, സോ ബ്യൂട്ടിഫുൾ. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് അല്ലേ MJ സർ മാർക്ക് പറയാൻ പോകുന്നത്? അതൊരു സുന്ദരി കുട്ടിയാ. ആണോ? അതെ, എന്റെ അടുത്ത് തന്നെ ഉണ്ട്. അതാരാ സുന്ദരി? അടുത്തുള്ളത് ക്യൂട്ട് കുട്ടിയാ, ക്യൂട്ട്. ആരാ ഞാനല്ല. സുന്ദരി? അയ്യാ, അതാരാ അത്? ചോദിക്കാല്ലേ ആ, നമുക്ക്? ചോദിക്കാം. ആരാ? ആരാ മാം? കൺമണിക്കുട്ടി എത്രയായിരിക്കും മാർക്ക്? കൺമണി മാം. കൺമണിപ്പൂവേ, കണ്ണാടിപ്പൂവാ ഇത്. എത്രയാ മാർക്ക്? കൊടുക്ക്, മാർക്ക് കൊടുക്ക്. കൺമണി വേം പറ. അൻപോട് കാതലൻ. പോരട്ടെ. എനിക്ക് ഇപ്പൊ മാർക്കുണ്ട് 96. നോ, 96. അത് കുറവല്ലേ? ഇച്ചിരി കൂട്ടി. ഒരിക്കലൊരു മാർക്ക് 97. ആ, 97 out of 100 for Judy. അവൾ ഒന്ന് കുറച്ച് പറഞ്ഞു. അതെന്താ, വഴക്ക് വല്ലതും ഉണ്ടാക്കിയായിരുന്നോ? ഇല്ല, പിന്നെന്തായിരിക്കും അങ്ങനെ? അറിയാതെ പറ്റിയതായിരിക്കും അല്ലേ? അതെ, അറിയാതെ ഇനി പറ്റിയ വട തിന്നാൻ പോവാണോ ദിദിക്കുട്ടി? ആയിരിക്കും. വടയും പിന്നെ കൂടെ എന്താ? ചട്നി. വെള്ള കളർ. ശരി, ഞാൻ വേഗം പൊക്കോ. ടാറ്റാ, ടാറ്റാ. ബൈ. ബൈ.